അപ്പോൾ നമുക്ക് ഇന്ന് തൃശ്ശൂർ സ്റ്റൈലിൽ ഇണ്ടരിയപ്പം ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത്, ഞങ്ങൾ 1.5 ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1.5 ഗ്ലാസ് ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. അപ്പോൾ 2 മണിക്കൂർ കുതിരണം. അത് കഴിഞ്ഞ് നമുക്കത് മിക്സിയിലിട്ടിട്ട് നല്ല നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ പാകത്തിന് അരച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ കട്ടി എന്ന് പറയുന്നത് കണ്ടി ഇതേപോലെയാണ്, കുറച്ചും കൂടി ലൂസാവാം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഗ്ലാസ്സിലാണ് നമ്മൾ ഉഴുന്നെടുത്തിട്ടുണ്ടായത്. അപ്പോൾ ആ ഗ്ലാസ്സോട് തന്നെ 1.5 ഗ്ലാസ് അരിപ്പൊടിയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം 1 ഗ്ലാസ് നമ്മൾ ഇട്ടു, പിന്നെ 1/2 ഗ്ലാസും കൂടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടണം. ഒരു 1.5 സ്പൂൺ ഉപ്പാണ് എനിക്ക് വേണ്ടി വന്നത്. അതൊക്കെ ഓരോരുത്തരുടെയും ടേസ്റ്റിന് ഇടാം. അതുപോലെ തന്നെ ഒരു നാളികേരത്തിൻ്റെ കൊത്ത്, അതായത് ഒരു നാളികേരം നമ്മൾ നുറുക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നാളികേരം നമുക്ക് അരയ്ക്കാനും വേണം. ആ നാളികേരത്തിൽ നമ്മൾ ഇട്ടിട്ടുള്ളത് 4 അല്ലി വെളുത്തുള്ളി, അതുപോലെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ജീരകം. നമ്മുടെ നാളികേരക്കൊത്ത് ഇവിടെ നമുക്ക് വെളിച്ചെണ്ണയിൽ വറുക്കാം. ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അരപ്പ് നമ്മൾ റെഡിയാക്കുമ്പോൾ അത് ഇങ്ങനെയാണ് വേണ്ടത്. ഈ ഒരു അരച്ചെടുക്കല്, അല്ലാണ്ട് അരയരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ നാളികേരക്കൊത്ത് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി വേണ്ടത് ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി നമ്മൾ വട്ടത്തിൽ അരിഞ്ഞിട്ട് ഒരു 10 ചുവന്നുള്ളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നല്ല രീതിയിൽ അരിഞ്ഞെടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് അതും നമ്മുടെ ആ വെളിച്ചെണ്ണ ബാക്കി ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ഒരു നാളികേരം വറുത്ത വെളിച്ചെണ്ണയിൽ ഈ ഒരു ചുവന്നുള്ളിയും കൂടി നമുക്ക് ഗോൾഡൻ ബ്രൗൺ ആവണ പോലെ വറുത്തെടുക്കണം. അപ്പോൾ അതിലേക്ക് നമുക്കൊരു പിടി നല്ലോണം വേപ്പിൻ്റെ ഇല ഇടണം. നമ്മുടെ ഇഷ്ടത്തിന് ഇടാം, നല്ല മണമാണ് വേപ്പിൻ്റെ ഇല ഇടുമ്പോൾ. അപ്പോൾ വേപ്പിൻ്റെ ഇലയും ചുവന്നുള്ളിയും കൂടിയിട്ട് നമുക്ക് വറുത്ത് കോരി എടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗണായി വറുത്ത് കോരിയിട്ടുണ്ട്, കണ്ടില്ലേ? ഇതേപോലെ ആവണം. ഇത് നമ്മുടെ നാളികേരത്തെ കൊത്തിലേക്ക് ഇട്ടിട്ട് നമുക്കത് മിക്സ് ചെയ്യാം. ഇത് മുഴുവനും നമ്മുടെ അരപ്പിലിടില്ല, ഇതിൻ്റെ പകുതിയാണ് നമ്മൾ നമ്മുടെ ഇണ്ടരിയപ്പത്തിൻ്റെ മാവിലേക്ക് ഇടാൻ പോകുന്നത്. പകുതി നമ്മൾ ഡെക്കറേഷൻ ചെയ്യാനും അതുപോലെ തന്നെ ഒരു കടിക്കാനൊക്കെ കിട്ടുന്ന പോലെ ഇടാനാണ് ബാക്കി വെക്കണത്. അപ്പോൾ ആ വെളിച്ചെണ്ണ അരിയുമ്പോൾ നാളികേര കൊത്തിൻ്റെയൊക്കെ ടേസ്റ്റ് വരുമ്പോൾ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് കലക്കി വെക്കാം. അപ്പം തന്നെ ചുട്ടെടുക്കണ അപ്പമാണ് ഇണ്ടരിയപ്പം, പുളിപ്പ് പാടില്ല. നമുക്ക് അപ്പം തന്നെ ദോശത്തട്ടിൽ നമുക്കത് ചുട്ടെടുക്കാം. ഞങ്ങൾ ചുട്ടെടുക്കണ ഒരു ഇണ്ടരിയപ്പം ഉണ്ടാക്കാറ് ആവിയിൽ, വേണമെങ്കിൽ ഇത് തന്നെ ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടം ഇതേപോലെ ദോശ പോലെ മുരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് പാതി നോമ്പാണ്. അപ്പോൾ എല്ലാവരും ഇണ്ടരിയപ്പം ഉണ്ടാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇണ്ടരിയപ്പത്തിൻ്റെ പണി ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ആ ഒരു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനൊന്നും ആരും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇണ്ടരിയപ്പം ഡെക്കറേഷനൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.